Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു ഇങ്ങനെയുള്ള സ്റ്റോക്ക് നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളെല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കും ജോയിൻ ചെയ്യാം. കാരണം അതൊരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. നമ്മളത് നല്ല നല്ല ചാർട്ടുകളൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. കൂടാതെ നമ്മൾ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നത്. കാരണം നമുക്ക് SEBI രജിസ്റ്റർ അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ നമുക്കുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിന്ന് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്തതാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു, പക്ഷേ സ്മോൾ ക്യാപ്പ് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിങ് 1% മുകളിലുള്ള ഒരു ക്ലോസിങ് കിട്ടി. മിഡ് ക്യാപ്പ് ആണെങ്കിലും ഗ്രീനിലാണ് ക്ലോസ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ നിഫ്റ്റി മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ ഇന്ന് നല്ല രീതിയിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ടെന്നക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. 591 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് തന്നത്. അപ്പോൾ കൂടാതെ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി നോക്കാം. ഒരു 607 എബോ ഒക്കെ നമുക്കിതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഞാനതൊരു 607 നമുക്കിതിലേക്ക് ഒരു എൻട്രി എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഏകദേശം ഈ റേഞ്ച് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഞാനത് റെഡിൽ മാർക്ക് ചെയ്യാം. ഈ ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഒരു 591 ആ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം എത്ര സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ഒരു 6% നമുക്ക് ടാർഗറ്റ് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 645 ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വയ്ക്കാം. ഞാൻ ടാർഗറ്റ് ഒരു ഗ്രീനിൽ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു എൻട്രി പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ കുറച്ച് പേരാണുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളിതുപോലുള്ള വീഡിയോസ് പുതുതായിട്ട് മാർക്കറ്റിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും അധികം ആൾക്കാർ ചെയ്യാറില്ല. പൊതുവെ ആളുകൾ സ്റ്റോക്ക് ഇങ്ങനെ പറയും, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാറാണ് പതിവ്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന അതും കൂടിയാണ്. നമ്മൾ അത് നിർത്തിയിട്ടില്ല. ഇതിന് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിങ്ങനെ കറക്റ്റായിട്ടുള്ള എൻട്രികളൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് അത് ആ ചാനലിൽ പോയി. ഞാൻ എന്നിട്ട് വീണ്ടും തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് നാളെ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.